ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, പുതുച്ചാടന അനുഭവ പാഠങ്ങളുടെ 57ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒരു പെൺകുട്ടിയെ കൊണ്ട് മാതാപിതാക്കൾ ഒരു ഡെലിവറൻസിന് വേണ്ടിയിട്ട് വന്നപ്പോൾ ആ കുട്ടിയെയും വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച അവസരത്തിൽ അവിടെ ഉണ്ടായിരുന്ന പൈശാചിക അരൂപി ഇറങ്ങിപ്പോകുന്ന അവസരത്തിലേക്ക് വന്നു. കുറേ ആഴ്ചകൾ, 2 ആഴ്ച, 1 ആഴ്ച ധ്യാനം കൂടിക്കൊണ്ടും പിന്നെ ധ്യാനം കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങൾ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ശുശ്രൂഷകരെ വിളിച്ചു വരുത്തി പ്രാർത്ഥന ശുശ്രൂഷ ചെയ്തുകൊണ്ടുമുള്ള ഒരു ഡെലിവറി ശുശ്രൂഷയായിരുന്നു അത്. ആ പൈശാചിക അരൂപി ആദ്യമെല്ലാം ഒത്തിരി മല്ല് പിടിച്ച് പോവില്ല എന്നുള്ള ഭയങ്കര എതിർപ്പിൻ്റെ പരിഹാസത്തിൻ്റെ രീതിയിൽ പെരുമാറി. പക്ഷെ അവസാനം അത് പോകാവുന്ന അവസ്ഥയിലേക്ക് വന്നു. അപ്പോഴത് ഞങ്ങൾ ചാപ്പലിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പൈശാചിക അരൂപി പോകുന്ന നിമിഷത്തിലേക്ക് വന്ന് നീ പിടിച്ച് നിൽക്കാൻ പറ്റാത്ത പോലെ അത് പ്രാർത്ഥനയുടെ ശക്തി കീഴ്പ്പെടുകയാണ്. അപ്പോൾ ആ അരൂപി പറഞ്ഞ ഒരു കാര്യം ഞാൻ എൻ്റെ ഈ അജപാലന ശുശ്രൂഷയിൽ, ഡെലിവറൻസ് മിനിസ്റ്റർ ശുശ്രൂഷയിൽ ഒരിക്കൽ മാത്രമായിട്ട് കേട്ടിരിക്കുന്നൊരു കാര്യമാണ്. ഈ അരൂപി പറഞ്ഞു, എനിക്ക് പോകണമെങ്കിൽ ചോര വേണം. ഇതിങ്ങനെ വല്ല സിനിമകളിലോ അല്ലെങ്കിൽ അങ്ങനത്തെ കഥകളിലേക്ക് കേട്ടിട്ടുള്ളൂ. ചോര വേണമെന്ന് പറയുന്ന പൈശാചിക അരൂപി. അപ്പോൾ ഞാൻ വിശുദ്ധജലം എടുത്തുകൊണ്ട് ഈ പെൺകുട്ടിയുടെ മുഖത്തേക്ക് അവളെ ഇങ്ങനെ ഇരിക്കുകയാണ്. ബലമായിട്ട് അമ്മയും മറ്റു സഹോദരങ്ങളും സിസ്റ്ററും ഒക്കെ ഉണ്ട്. അവളെ ബലമായിട്ട് പിടിച്ചിരുത്തിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ചാപ്പൽ വെച്ചാണ്. അപ്പോഴാണ് ചോര വേണമെന്ന് പറഞ്ഞ് മല്ല് പിടിക്കുകയാണ്. അപ്പോൾ ഞാൻ വിശുദ്ധജലം എടുത്തുകൊണ്ട് അവളുടെ മുഖത്തേക്ക് ഇങ്ങനെ തളിച്ചുകൊണ്ട് വായിലേക്ക് ഇങ്ങനെ കാറാപ്പ് ചെരിച്ചു പിടിച്ച് ഒഴിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതാണ് നിനക്കുള്ള ചോര, ഇത് യേശുവിൻ്റെ തിരുച്ചോരയാണ്, ഇത് ആവശ്യം കുടിക്കാൻ പറഞ്ഞിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തു. അപ്പോഴേക്കും ഈ അരൂപി ഈ പെൺകുട്ടിയുടെ വെളിപ്പെട്ട് ഈ പെൺകുട്ടിയിലൂടെ പ്രതികരിക്കുകയാണല്ലോ. വല്ലാണ്ട് അസ്വസ്ഥത കാണിച്ച് പെരുമാറിയിട്ട് അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും അതങ്ങ് വിട്ടുപോയപ്പോഴേക്കും സ്വാഭാവികമായിട്ട് സാധാരണ കാണുന്ന പോലെ ഈ പെൺകുട്ടി തളർന്ന് അല്ലെങ്കിൽ ബോധം കെട്ടിയ അവസ്ഥയിലേക്ക് തളർന്ന് ഇങ്ങനെ കടന്നു. അങ്ങനെ കിടന്ന് അവൾ ആ കെട്ട് മാറി, അരൂപി വിട്ടു മാറി എന്ന് ഞങ്ങൾ ബോധ്യപ്പെട്ട് നോക്കി, അതിൽ ആശ്വാസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സ്തുതി പറഞ്ഞുകൊണ്ട് നോക്കി നിൽക്കുമ്പോൾ ഞാനൊരു കാര്യം ശ്രദ്ധിക്കുകയാണ്. ഞങ്ങൾ ചവിട്ട് നിൽക്കുന്നത് നല്ല പുതിയ ടൈലിട്ട് ചാപ്പില്ലാത്ത സൂചിപ്പിച്ചല്ലോ. ഞങ്ങൾ ചവിട്ട് നിൽക്കുന്നിടത്ത് എൻ്റെ കാലിൻ്റെ അടിയിൽ, സൃഷ്ടി നിൽക്കുന്നിടത്ത് കാലിൻ്റെ അടിയിൽ കസേരയുടെ അവിടെ എല്ലാം കുറേ ചോര കിടക്കുന്നു. അത് വടിച്ചു കോരി കളയാൻ മാത്രം ചോരയില്ല, എന്നാൽ അല്പം ഒന്ന് തൂത്ത് പിടിപ്പിച്ച പോലെ അല്ല താനും. കാല് ചവിട്ടുമ്പോൾ, പറിച്ച് ചവിട്ടുമ്പോൾ അവിടെയെല്ലാം ചോരപ്പാട് പതിയാൻ മാത്രം രക്തമുണ്ട്. ഇതെങ്ങനെ വന്നു എന്നുള്ളത് പെട്ടെന്ന് എനിക്ക് ശങ്ക വന്നു. മറ്റെന്തെങ്കിലും സ്വാഭാവികമായ കാരണങ്ങളിൽ വന്നതാണോ എന്നൊക്കെ ഒരു ചിന്ത എൻ്റെ മുകളിൽ വന്നു. വേറെ ഒരു സാഹചര്യം ചോര വരാനായിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം നല്ല ടൈലിട്ട പുതിയ ചാപ്പൽ, അവിടെ പ്ലാസ്റ്റിക് കസേര മാത്രമേ ഉള്ളൂ, കാലാരുടെയും മുറിഞ്ഞിട്ടില്ല. ഞങ്ങൾ അത്രയും പേര് മാത്രമേ ഉള്ളൂ. പെട്ടെന്നാണ് രക്തം അവിടെ കാണപ്പെട്ടത്. മാത്രമല്ല ഈ അരുവി പോകുന്നതിന് മുമ്പ് ആവശ്യപ്പെടുകയും ഞങ്ങൾക്ക് ചോര വേണം. സ്നേഹമുള്ള സഹോദരങ്ങളെ, പൈശാചിക അരുവികളുമായിട്ട് ഇടപെടുന്നിടത്ത് നമുക്ക് മാനുഷികമായ രീതിയിൽ മനസ്സിലാക്കാനോ വിശദീകരിക്കാനോ പറ്റാത്ത പല സംഭവങ്ങളും അനുഭവങ്ങളും ഉണ്ട്. പക്ഷെ അതിനകത്തെല്ലാം ചില ആത്മീയമായ സൂചനകളുണ്ട്. പൈശാചിക അരുവികളുടെ ഒരു ലോകവും സ്വഭാവവും എന്ന് പറയുന്നത് രക്തച്ചൊരിച്ചിലാണ്. സങ്കീർത്തനം 8:2 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. സ്തുതിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ ശിശുക്കളുടെ അധരങ്ങൾ കൊണ്ട് കോട്ട കെട്ടി. മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ 12 തിരുവചനങ്ങളിൽ ഈശോ ദേവാലയം ശുദ്ധീകരിക്കുന്ന സംഭവം. അവിടെ ബാലകരും സൗഖ്യം കിട്ടിയവരും എല്ലാം ദേവാലയത്തിൽ ഇങ്ങനെ ആർത്ത് വിളിച്ച് സ്തുതിക്കുമ്പോൾ പുരോഹിതരും മറ്റും വന്നിട്ട് ഈശോയെ വഴക്ക് പറയുന്നുണ്ടല്ലോ. ഇവരെന്താ പറയുന്നത് കേൾക്കുന്നില്ലേ, മിണ്ടാതിരിക്കാൻ പറയും ഇവരോട്. അങ്ങനെ പറയുമ്പോൾ ഈശോ കൊടുക്കുന്നൊരു ഉത്തരവുണ്ടല്ലോ, സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ടാണത്. നിങ്ങൾ വായിച്ചിട്ടില്ലേ, ശിശുക്കളുടെ മുല കുടിക്കുന്നവരുടെ അദ്ദേഹങ്ങളിൽ സ്തുതി ഒരുക്കിയെന്ന്. ആ വചനം സങ്കീർത്തനം 8:2 തിരുവചനമാണ്. പക്ഷേ ആ 2-ാം തിരുവചനം നമ്മളെടുത്ത് വായിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്: ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ ശിശുക്കളുടെ അധരങ്ങളെ കൊണ്ട് കോട്ട കെട്ടി. POC ബൈബിളിൽ വിവർത്തനം കൊടുത്തിരിക്കുമ്പോൾ ഒരു ഫുട് നോട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ കാണുന്നത് സ്തുതി സജ്ജമാക്കി കോട്ട കെട്ടി എന്ന് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ സ്തുതിപ്പിൻ്റെ അനുഭവം ഒരു കോട്ടകെട്ടലാണ്. ആർക്കെതിരെ? ശത്രുക്കൾക്കും രക്തദാഹികൾക്കുമെതിരെ. ശത്രുക്കളെന്ന് പറയും, നമുക്കറിയാം, നമുക്ക് വിശുദ്ധ ഗ്രന്ഥം പറയുന്ന ഒരൊറ്റ ശത്രുവേ ഉള്ളൂ. ശത്രുവായ പിശാച് അറുന്ന സിംഹത്തെ പോലെ ആര്
വിഴുങ്ങുന്നതിന് ചുറ്റി നടക്കുന്നുവെന്ന് പത്രോസ് അപ്പോസ്തലൻ 1 പത്രോസ് 5:7-8 വാക്യങ്ങളിൽ പറയുന്നത്. അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നീ സ്ത്രീ എന്നവന് ശത്രുത ഉളവാക്കി. ആ ശത്രുത അത് പിശാചാണ്. നമ്മുടെ മലയാളക്കരയിലെ കാരണവന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന വലിയ കുരിശടയാളം, വിശുദ്ധ കുരിശൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളുടെ തമ്പുരാനെ. ശത്രു അത് പിശാചാന്ന് നമുക്കറിയാം. അപ്പോൾ ശത്രുക്കളിൽ നിന്നും രക്തദാഹികളും നമ്മെ സംരക്ഷിക്കാനുള്ള കോട്ട. ശത്രു രക്തദാഹിയാണ്. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിൽ 44-ാമത്തെ തിരുവചനം വായിക്കുന്നുണ്ടല്ലോ, പിശാച് കൊലപാതകയാണ്, ആദ്യം മുതലേ കൊലപാതകി, രക്തം ചൊരിയുന്നവനാണ്. യോഹന്നാൻ 10-ാം വാക്യത്തിലും കള്ളൻ വരുന്നത് കൊല്ലാനും നശിപ്പിക്കുവാനുമാണ്. കൊല്ലുന്നതും രക്തച്ചൊരിച്ചിലുമായിട്ട് നേരെ ബന്ധമുണ്ടെന്ന് നമുക്കറിയാം. കൊല്ലരുത് എന്നുള്ള 5-ാം പ്രമാണത്തെ പറ്റി ഈശോ വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുമ്പോൾ മത്തായി സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ 21 മുതൽ തിരുവചനം വായിക്കുന്നുണ്ടല്ലോ, ഫോഷ വിഡ്ഢി എന്ന് കോപിച്ച് സഹോദരനെ വിളിക്കുന്ന വ്യക്തി ഹൃദയത്തിൽ കൊലപാതകം ചെയ്യുകയാണ്, ഉദ്ദേശിക്കുകയാണ്. അതുകൊണ്ട് നരകാഗ്നിക്കിരയായിത്തീരും, നരകത്തിൻ്റെ വഴിയെ പോവുകയാണ്. കൊലപാതകയായ സാത്താൻ്റെ വഴിയെ നടക്കുന്ന വ്യക്തിയാണ് വെറുക്കുന്ന വ്യക്തി. അപ്പോൾ ഹൃദയത്തിൽ കൊലപാതകം ചെയ്യുന്ന അനുഭവമാണ് ഫോഷ വിഡ്ഢി എന്നിങ്ങനെയൊക്കെയുള്ള കോപിച്ചുള്ള വാക്കുകൾ പോലും. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോൾ രക്തച്ചൊരിച്ചിൽ നമുക്ക് ശരിക്കും ശരീരത്തിൽ മുറിവേൽപ്പിച്ചിട്ട് കത്തികൊണ്ട് കുത്തിയോ വെടിവെച്ചിട്ടോ പരിക്കേൽപ്പിച്ചിട്ടോ ചോര ഒഴുകുന്ന അവസ്ഥയുണ്ടാക്കി കൊല്ലുന്നത് മാത്രമല്ല കൊലപാതകം. സഹോദരനെ വെറുക്കുന്നതിന് കൊലപാതകയാണ്. അതുകൊണ്ടാണ് ഫോഷ വിഡ്ഢി എന്നുള്ള വിളി പോലും 5-ാം ലംഘനമാണ്, ഹൃദയത്തിൽ കൊലപാതകം. അങ്ങനെ വരുമ്പോൾ സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ ക്രൂരതയോടുകൂടിയുള്ള ഓരോ പെരുമാറ്റവും, നമ്മൾ പറയല്ലേ കുത്തുവാക്ക്, കത്തി കൊണ്ട് കുത്തുന്ന പോലെ തന്നെ വാക്കുകൊണ്ട് നാക്കുകൊണ്ട് കുത്താൻ പറ്റും. മൂർച്ചയുള്ള വാക്ക്, മൂർച്ചയുള്ള കത്തി കൊണ്ട് മുറിപ്പെടുത്തുന്ന പോലെ തന്നെ മൂർച്ചയുള്ള വാക്കുകൊണ്ട് മുറിപ്പെടുത്താൻ പറ്റും. മൂർച്ചയുള്ള വാക്ക് കുത്തുവാക്കുകൊണ്ട് മുറിപ്പെടുത്തുമ്പോൾ ശരീരം മുറിഞ്ഞ് ചോര ഒഴുകുന്നില്ല എങ്കിൽ പോലും ആത്മീയമായിട്ട് കൊലപാതകമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ക്രൂരതയുടെ അരൂപിയാണ് പിശാച് എന്ന് മത്തായി സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ കാനാൻകാരി സ്ത്രീ വന്ന് ഈശ്വര പക്കൽ തന്നെ മകളെപ്പറ്റി പറയുന്ന കമൻ്റാണല്ലോ, എൻ്റെ മകളെ പിശാച് ക്രൂരമായി ആവേശിച്ചിരിക്കുന്നു. പക്ഷേ ഉള്ള സഹോദരങ്ങൾ, ഞാൻ ആരംഭത്തിൽ പറഞ്ഞ സംഭവത്തിൽ രക്തം വേണം, ചോര വേണമെന്ന് പിശാചിൻ്റെ അരുവി പറയുന്നു. നമ്മളത് കൊടുത്തില്ല, ഈശോയുടെ വിശുദ്ധ ജലം ഒഴിച്ചു കൊടുത്തു. പക്ഷെ അത് ഇറങ്ങിപ്പോയപ്പോൾ അതവിടെ കുറച്ച് ചോര വരുത്തിയിട്ടാണ് പോയത്. അത് എവിടെ നിന്ന് വന്ന് ഞങ്ങൾക്ക് ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ ചോര ഞങ്ങൾ വടിച്ച് കളഞ്ഞതാണ്. ഞാൻ ചവിട്ടി നിന്നത് ചോര ഞാൻ ചവിട്ടിയതാണ്. അപ്പോൾ അത് പിശാചുമായി ബന്ധപ്പെട്ടതെല്ലാം ചോര ചിന്തൽ, കൊലപാതകം, ക്രൂരത, വെറുപ്പ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ക്രൂരതയുടെ പെരുമാറ്റങ്ങൾ ചെയ്യുന്നവരാണോ, ഉള്ളവരാണോ? ക്രൂരമായ നോട്ടം, ക്രൂരമായ വാക്ക്, ക്രൂരമായ ശിക്ഷിക്കൽ, ക്രൂരമായ അവഗണിക്കൽ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ക്രൂരതയുടെ അവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പിശാചിൻ്റെ ശൈലിയിൽ നടക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ ക്രൂരതയുടെ വീഡിയോകൾ, സിനിമകൾ, പരിപാടികൾ, ഇങ്ങനെയുള്ളത് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നൊരവസ്ഥ പൈശാചികമായ ഒരു സ്വാധീനത്തിൻ്റെ അവസ്ഥയാണ്. അല്ല, പൈശാചികമായ ഇടപെടലിനെ വിളിച്ചു വരുത്താൻ പര്യാപ്തമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഉള്ള അധപതിച്ചിരിക്കുന്നതിൻ്റെ സൂചനയാണ് ഏത്? ക്രൂരതയുടേതായ വീഡിയോകളും സിനിമകളും അങ്ങനത്തെ കാണാനും ക്രൂരതയുടെ കാര്യങ്ങളുള്ള ഗെയിമുകൾ കളിച്ച് അതിൽ മുഴുകാനും ഒക്കെ ഇടവരുമ്പോൾ, നമ്മൾ വരുമ്പോൾ അതിനകത്തെല്ലാം ഒരു പൈശാചിക അന്തരീക്ഷം തെളിഞ്ഞു വരുന്നുണ്ട്. അതേസമയം മറുവശം നമുക്കറിയാം, ദൈവം തന്നെ പറ്റി തന്നെ പറഞ്ഞ് നമുക്കറിയാമല്ലോ, ദയാലുവാണ്. സ്വർഗസ്വനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നവർ നിങ്ങൾ കരുണയുള്ളവരായിരിക്കുവിൻ. ദൈവം കാരുണ്യവാനാണ്. ദയ പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. അപ്പോൾ നമുക്കിതിൽ ഏത് ശൈലി നമ്മൾ നടക്കുന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.